ഹലോ ഫ്രണ്ട്സ്, KN19 ശ്രീതു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു റിയാക്ഷൻ വീഡിയോ. രേണു ദുബായിൽ ബാർ ഡാൻസിൽ പോയി ഡാൻസ് കളിക്കുന്നു, അവിടെ നിന്ന് വെള്ളമടിക്കാരുടെ മുന്നിൽ നിന്ന് ഡാൻസ് കളിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നെഗറ്റീവായിട്ട് കുറേ വ്ളോഗേഴ്സ് യൂട്യൂബിൽ വീഡിയോസ് ഇട്ടിരിക്കുന്നു. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ ഒരു ചെറിയ റിയാക്ഷൻ വീഡിയോ ഇന്നലെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതിൽ കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, തൊട്ടടുത്തുള്ള ഹൈപ്പ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തേക്കണേ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലോട്ട് എത്തിക്കുന്നത് രേണുവിന് ഈ ഒരു സബ്ജക്റ്റിൽ എന്താണ് പറയാനുള്ളത്. ഇങ്ങനെ കുറേ എണ്ണം എടുത്തിട്ട് അലക്കുന്നുണ്ടല്ലോ. അപ്പോൾ രേണുവിൻ്റെ മറുപടി എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് കേൾക്കാം. കേട്ടിട്ട് തിരിച്ചു വരാം. ഹലോ, നമസ്കാരം. ഞാൻ രേണുസുധിയാണ്. അപ്പം ഞാനിവിടെ ദുബായിൽ വന്നത് പാപ്ലോൺ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് ആൻഡ് ബാർ, അതിന് പ്രമോഷന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. എൻ്റെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പാണിത്. സോ ഞാൻ പ്രൗഡാണ്. ഞാനൊരു കലാകാരി എന്ന നിലയിൽ, അല്ലെങ്കിൽ എനിക്ക് പ്രമോഷന് എന്നെ വിളിച്ചപ്പോൾ ഞാനത് ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഡാൻസ് ചെയ്യണത് ഫാമിലി ഓഡിയൻസും എല്ലാവരും ഉള്ളപ്പോഴാണ് ഞാൻ ഡാൻസ് ചെയ്തത്. മനസ്സിലായോ? അതിന് ബാർ ഡാൻസ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കുറേ, ഞാൻ കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ കുറേ അവിടെ വിവാദങ്ങൾ പൊട്ടി പുറപ്പെടുന്ന ഞാൻ പറഞ്ഞില്ല, ഞാനിതൊന്നും കാണാറില്ല. ഒരുപാട് പേര് എന്നോട് പറഞ്ഞു. എനിക്കതിനകത്തൊന്നും ഒരു വിഷയമില്ല. കാരണം റീച്ച് ഇല്ലാത്ത കുറേ എണ്ണം ഇറങ്ങിയിട്ട്, വ്ളോഗേഴ്സ് ഇറങ്ങിയിട്ട് എനിക്കെതിരെ അങ്ങ് തട്ടും. രേണുസുധിയാണല്ലോ റീച്ചില്ല, ആൾ തട്ടിക്കോട്ടെ, എനിക്കൊരു വിഷയമില്ല. ഞാനിവിടെ വന്നത് പാപ്ലോൺ റെസ്റ്റോറൻറ്റ് ആൻഡ് ബാറിന്റെ പ്രമോഷന് വേണ്ടിയിട്ടാണ് വന്നത്. രേണുസുധി അത് ഭംഗിയായിട്ട് ചെയ്യുന്നത്. ഡാൻസ് കളിക്കുന്ന അത്ര തെറ്റൊന്നുമല്ല. ഓക്കെ, ബൈ. ഇപ്പം മനസ്സിലായോ? രേണു അത് റെസ്റ്റോറൻറ്റും ബാറും ആണ് എന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഇവിടെ നിന്നും അങ്ങോട്ട് പോയത്. രേണുവിന് അതൊക്കെ ഒരു പ്രൗഡ് മൊമെന്റ് ആണ്. അതല്ലാതെ വെള്ളമെടുക്കാരുടെ മുന്നിൽ ചുമ്മാ ഡാൻസ് കളിക്കാൻ വേണ്ടി ഇവിടെ നിന്നും പൊക്കിയെടുത്തോണ്ട് അങ്ങ് പോയതൊന്നുമല്ല. രേണുവിന് തോന്നി ഡാൻസ് കളിക്കാനായിട്ട് പാട്ടിട്ടപ്പോൾ രേണു ഡാൻസ് കളിച്ചു. അതല്ലാതെ ആരും നിർബന്ധിക്കുകയോ ഡാൻസ് കളിക്കണം എന്ന് പറയുകയോ ചെയ്തിട്ടില്ല. പിന്നെ ഇതെല്ലാം കണ്ട് നെഗറ്റീവ് അടിച്ചിരിക്കുന്ന നിനക്കൊക്കെ, നിന്റെ കണ്ണിൽ എന്തൊക്കെ കണ്ടാലും അത് നെഗറ്റീവ് തന്നെയായിരിക്കും. മത്തൻ കുത്തിയാൽ കുമ്പളം മുളയ്ക്കാറില്ലല്ലോ, അതാണ് നിന്റെയൊക്കെ അവസ്ഥ. പിന്നെ ഞാൻ ഇന്നലെ ഇട്ട ഒരു വീഡിയോയ്ക്ക് താഴെ വന്നൊരു കമന്റ് ആണ്, പണ്ടത്തെ ഈ അമ്മൂമ്മമാരൊക്കെ പറയാറുണ്ട് ഉരുമ്പിട്ടിറങ്ങിയവൾ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അത് രേണുവിനെ പോലെ ഉള്ളവർക്കാണല്ലേ എന്നാണ്. അങ്ങനെയുള്ളവർക്ക് തന്നെയാണ്. പിന്നെ എന്താ, നാട്ടുകാരുടെ അനുവാദവും നാട്ടുകാരുടെ പെർമിഷനും നാട്ടുകാരുടെ ഇഷ്ടം നോക്കി തന്നെ ജീവിക്കാമെന്നുണ്ടോ? നിങ്ങളൊക്കെ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ഒരു പെണ്ണ് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുക തന്നെയാണ് രേണു എന്ന് പറയുന്നത്. സ്വന്തം ഇഷ്ടമാണ് എവിടെ പോണേ എവിടെ വരുന്നത് എന്നുള്ളത്. ഇത് ചുമ്മാ അവളുടെ ബാക്കിൽ നിന്ന് കക്കൂസി പോകുന്നുണ്ടോ, ബാത്റൂം പോകുന്നുണ്ടോ എല്ലാം ഇങ്ങനെ അന്വേഷിച്ച് നടന്നാൽ നിങ്ങൾക്ക് ഇങ്ങനെ ബാക്കിയുള്ളവരുടെ കാര്യം അന്വേഷിച്ച് നടക്കാനേ സമയം കിട്ടുള്ളൂ. സ്വന്തം കാര്യം അന്വേഷിക്കാൻ ഒരു തരത്തിലുള്ള സമയം നിങ്ങൾക്ക് കിട്ടൂല. പിന്നെ എല്ലാ കലാകാരന്മാരും വളരുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് തന്നെയാണ്. അല്ലാതെ ഡയറക്റ്റ്ലി കയറി അത് ചെയ്യണം അല്ലെങ്കിൽ മോഹൻലാലിനോട് അഭിനയിക്കണം എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. അവർക്ക് ഓരോന്നായിട്ട് ചെയ്ത് പഠിച്ചൊക്കെ തന്നെയാണ് ആ ഒരു ലെവലിലോട്ട് എത്തുന്നത്. അപ്പൊ രേണുവിന്റെ കാര്യത്തിലും അത് തന്നെയാണ്. ഇതൊക്കെ കണ്ട് കണ്ണടിച്ചിരിക്കുന്നവർക്ക് കണ്ണടിച്ചിരിക്കാൻ മാത്രമേ പറ്റുള്ളൂ. നിങ്ങൾ എത്രത്തോളം കുത്തുന്നു അത്രത്തോളം രേണു ഉയരുക തന്നെ ചെയ്യുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ രേണുവിനെ നെഗറ്റീവ് പറഞ്ഞിരുന്നാലും അപ്പം നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മൾ രേണുവിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഇരിക്കും. നിങ്ങളുടെ വീഡിയോ എന്ന് നിങ്ങൾ അവസാനിപ്പിക്കും, അന്ന് നമ്മുടെ വീഡിയോ അവസാനിപ്പിച്ച് നമ്മൾ വേറെ കണ്ടന്റിലോട്ട് പോകും. അപ്പോൾ ഇതാണ് ഗൈസ് എനിക്ക് പറയാനുള്ളത്. രേണുവിനും രേണുവിന്റെ കുടുംബത്തിനും ഇല്ലാത്ത ഒന്നും ഇവിടെ ഒരുത്തികൾക്കും വേണ്ട, ഒരുത്തന്മാർക്കും വേണ്ട. എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, തൊട്ടടുത്തുള്ള ഹൈപ്പ് ഓപ്ഷൻ കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും എൻ്റെ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. റിപ്ലൈ തരാൻ ഞാൻ ഉണ്ടാകും. എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത എൻ്റെ കൂട്ടുകാരാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ, എൻ്റെ വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വൈകുന്നേരം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.